നമസ്കാരം. സോംജിസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ലോക ഭൂപടത്തിലെ ജിയോ പൊളിറ്റിക്കൽ ഏരിയയ്ക്ക് വരുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് പലരും പറയുന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോയാണ്. താരിഫ് ഭീഷണിയുമായി ട്രംപ് ലോകരാഷ്ട്രങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക സാമ്പത്തിക ക്രമത്തെയും അത് ബാധിക്കും എന്നുള്ളതിന് സംശയമില്ലല്ലോ. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടിയ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. വേറെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ചൈനയ്ക്കൊക്കെ 145%, 150% ഒക്കെ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞതിൽ നിന്ന് ട്രംപ് ഒരുപാട് പിന്നോട്ട് പോയി. പക്ഷേ ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് കുറഞ്ഞ താരിഫായിരിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ട്രംപ് ഏറ്റവും കൂടിയ താരിഫാണ് ഇപ്പോൾ ഇന്ത്യക്കാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ചെറിയ കാലയളവിനുള്ളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഒരുപാട് പേർ ആലോചിക്കുന്നുണ്ട്. പല കാരണങ്ങളും പലരും നിരത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി പലരും കാണിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലരും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാനുള്ള ആണവായുധങ്ങൾ അമേരിക്കയുടേതാണെന്നും അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്ന ഇതാണെന്നും എല്ലാവർക്കും അറിയാം. അതൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ആ സ്പോട്ടിൽ സ്ട്രൈക്ക് ചെയ്യാൻ ഇന്ത്യക്കായി എന്നുള്ളതാണ് അമേരിക്ക നടുങ്ങാനുണ്ടായ കാരണം. ആ സമയത്ത് തന്നെയാണ് ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിൽ തന്നെ അമേരിക്കയാണ് ഇടപെട്ട് ആ യുദ്ധം നിർത്തിയതെന്ന്, സീസ് ഫയർ പ്രഖ്യാപിച്ചതെന്നും പറഞ്ഞ് ട്രംപ് ചാടിയിറങ്ങി. യഥാർത്ഥത്തിൽ അതിനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയാം. പാകിസ്ഥാനോട് പറഞ്ഞ് നിർത്തിക്കോ, ഇപ്പോൾ തന്നെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ട്രംപ്. അങ്ങനെയാണ് അവരുടെ DGM ആയിട്ടുള്ള ആൾ ഇന്ത്യയിലെ സൈനിക തലവനെ വിളിക്കുന്നു. യുദ്ധം സീസ് ഫയർ ഉടനെ പ്രാബല്യത്തിൽ വരുന്നതുണ്ടായത്. ഈ സംഭവ വികാസങ്ങൾക്കിടയിൽ ട്രംപിനുണ്ടായ നാണക്കേട് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവി ഈ താരിഫിൻ്റെ ഭാവി നിർണയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതിന് മറ്റൊരു കാരണം കൂടിയുള്ളത്, ഒരേ ഒരു മനുഷ്യൻ അഭിപ്രായപ്പെടുകയുണ്ടായി. ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഇത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ വേറെയില്ല. ഒരു ചെറിയ മനുഷ്യനാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, മോദി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിലെ ഏറ്റവും തിളക്കമുള്ള മന്ത്രിയാണ് നമ്മളുടെ ഫോറിൻ അഫയേഴ്സ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹവുമായിട്ട് പാശ്ചാത്യ മീഡിയ നടത്തിയ ഒരു ഇൻ്റർവ്യൂ, അതാണ് ഈ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതത്ര കൃത്യമായ വാക്കുകളിൽ അദ്ദേഹം വളരെ നിസ്സാരമായി, വളരെ കൂളായി, പ്രകോപിതനാവാതെ ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് ലോകത്തെ തന്നെ മാറ്റിമറിച്ചു കളഞ്ഞു. അതിൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മളുടെ മാധ്യമങ്ങൾ, ഇവിടെ മലയാള മാധ്യമങ്ങളൊന്നും ഒരല്പം പോലും ചർച്ച ചെയ്തില്ല. എന്നാൽ വേൾഡ് ലെവലിലുള്ള എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത് എല്ലാവരും വളരെ കൃത്യമായി ചർച്ച ചെയ്തു. അവിടെയാണ് ഈ താരിഫ് നമ്മളുടെ തലക്കടിച്ചു തരാൻ പ്രസിഡന്റ് ട്രംപിന് തോന്നാനുണ്ടായ കാരണം കിടക്കുന്നത്. ആ ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ജയശങ്കർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളാണ്.
ഭാരതം എന്തായിരുന്നെന്നും അമേരിക്ക എവിടെ നിൽക്കുന്നുവെന്ന് അവരോട് കൃത്യമായി പറഞ്ഞു കൊടുത്തു. 1955 കാലഘട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ 1900-2000 കാലഘട്ടത്തിലോ അല്ല, അല്ലെങ്കിൽ അന്നുള്ള അമേരിക്ക അല്ല ഇന്നുള്ളതെന്ന് ജയശങ്കർ കൃത്യമായി പറഞ്ഞു. അന്നത്തെ അധികാരവും അന്നത്തെ ഡോമിനൻസ് ഒന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇല്ലെന്ന് കൃത്യമായി ഒരു ഇന്ത്യക്കാരൻ ആണ് പറഞ്ഞത്. അത് ലോക ചരിത്രത്തിൽ കൃത്യമായി അടയാളപ്പെടുത്താൻ വേറെ ഒരാളും ഉണ്ടായില്ല അമേരിക്കയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ. അമേരിക്കയുടെ ശക്തി എന്താണെന്നോ അല്ലെങ്കിൽ ആ ശക്തി ഇന്ന് ആരൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനോ ആരും ഉണ്ടായില്ല. അത് ഡോക്ടർ എസ് ജയശങ്കർ ചെയ്തു എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ, ആ ചെറിയ മനുഷ്യൻ്റെ വലിയ മഹത്വം. ആ ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ താരിഫിന് ഇടയാക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ആ ഇൻ്റർവ്യൂ കൃത്യമായി കാണാം. അതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. കാരണം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരെണ്ണമായിരിക്കും അത്. ഇത്രയും കൃത്യമായി ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയെ വരച്ച് കാണിക്കുന്ന ഒരു ഇൻ്റർവ്യൂ അടുത്ത കാലത്തൊന്നും ഒരു മാധ്യമത്തിലും കണ്ടിട്ടില്ല. എത്ര കൃത്യമായാണ് ജയശങ്കർ അത് പറഞ്ഞു വയ്ക്കുന്നതെന്ന് നമ്മൾ കാണണം. ഇന്ത്യ എങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ താരിഫിനെയും അവഗണിച്ചുകൊണ്ടും ഇന്ത്യ എന്താണ് ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നതെന്ന്, ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യ എങ്ങനെയാണ് ഡോമിനൻസ് ആകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ ജയശങ്കർ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്കിൽ ഒന്ന് പ്രവേശിച്ച് കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായപ്പെടുക. താങ്ക് യു. വീണ്ടും കാണാം.